യുഎയിലെ ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കും ഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഷാർജ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കൾ. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഇന്ന് സഹോദരി അഖില പരാതി നൽകും. അതുല്യ ബന്ധുക്കൾക്കയച്ച ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകും. അമ്മയുടെ പരാതിയിൽ ചവറ തെക്കും ഭാഗം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്തു നിന്ന് സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത്. സുജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷാർജയിലും അതേപോലെ തന്നെ ഇവിടെയും കേരളത്തിലും കേസുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ സംസ്കാര നടപടികൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എന്താണ്? ക്രിസ്റ്റീന, സ്മിത, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളത്തിൽ സതീഷിന് എതിരെ നിയമക്കുരുക്കുകൾ മുറുകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഷാർജയിലും കൂടുതൽ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടികളെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് സതീഷ് എത്തിയിരിക്കുകയാണ്. കാരണം സതീഷിൻ്റെ അതുല്യയുടെ സഹോദരി അഖിലയാണ് അവിടെ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് പരാതി നൽകാൻ പോകുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സതീഷിൻ്റെ ക്രൂരമായ പീഡനത്തിന് അതുല്യ വിധേയയായി എന്ന് കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സഹായം ഇവർ തേടുകയും ചെയ്തിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ഇന്നലെ ഇവർ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. തെക്കുംഭാഗം പോലീസാണ് കേസെടുത്തിട്ടുള്ളത് സതീഷിനെതിരെ. സതീഷിൻ്റെ അമ്മയടക്കം സതീഷിനെതിരായി മൊഴി നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാധ്യമങ്ങളോടും ഇവർ സതീഷിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. സതീഷ് വീട്ടിലേക്ക് ബന്ധപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ സതീഷ് ഇന്നലെ അതുല്യയെ ഉപദ്രവിച്ചിരുന്നില്ല. അതുല്യ വളരെ അപൂർവമായി മാത്രമാണ് ഉപദ്രവിച്ചത്. അതുല്യയാണ് തന്നെ ഉപദ്രവിച്ചിരുന്നതെന്നും താൻ സ്ഥിരം മദ്യപാനിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഇവിടെ ശക്തമായ നിയമ നടപടികൾ നടത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഷാർജയിലും സതീഷിന് കൂടുതൽ കുരുക്കിലേക്ക് സതീഷ് പോകുന്നത്. സ്മിത, ക്രിസ്റ്റീന.